വിമാനയാത്രക്കാർക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ ഇൻഡിഗോ പ്രതിസന്ധിയിലായതിനെ തുടർന്ന് ഈ വിഷയത്തിൽ കേന്ദ്ര വ്യോമയാന മന്ത്രിയായ കെ രാംമോഹൻ നായിഡുവിന്റെ മെല്ലപ്പോക്കിനെതിരെ വിമർശനങ്ങൾ കടുക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി രാജ്യത്തുടനീളം നൂറുകണക്കിന് ഇൻഡിഗോ സർവീസുകളാണ് റദ്ദാക്കപ്പെടുകയോ മണിക്കൂറുകളോളം വൈകുകയോ ചെയ്തത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നടപ്പിലാക്കിയ പൈലറ്റുമാരുടെ ജോലി സമയപരിധി സംബന്ധിച്ച പുതിയ പരിഷ്കാരങ്ങൾ പാലിക്കാൻ എയർലൈൻസ് പരാജയപ്പെട്ടു. ഇതോടെ മതിയായ പൈലറ്റുമാരെ ഉൾപ്പെടുത്തി ഷെഡ്യൂൾ ക്രമീകരിക്കുന്നതിൽ ഇൻഡിഗോയ്ക്ക് വീഴ്ച സംഭവിച്ചതാണ് യാത്രക്കാരുടെ ദുരിതത്തിന് കാരണമായത്. ഇത് വിമാന ടിക്കറ്റുകൾക്ക് വൻ വില വർധനവിനും മറ്റ് എയർലൈനുകളിലെ തിരക്കിനും വഴിതെളിച്ചു. പ്രതിസന്ധി രൂക്ഷമായിട്ടും കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വിഷയം ഗൗരവമായി എടുത്തില്ല എന്നും രാജ്യത്തെ ഏറ്റവും വലിയ എയർലൈൻസിന്റെ കുത്തക സ്വഭാവത്തിന് മന്ത്രാലയം ഒത്താശ നൽകുന്നുവെന്നുമാണ് പ്രതിപക്ഷവും യാത്രാ കൂട്ടായ്മകളും ഉന്നയിക്കുന്ന പ്രധാന ആക്ഷേപം. കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രിയുടെ ജോലി എളുപ്പമല്ല എന്നും വെല്ലുവിളികളെ നേരിടാൻ തയ്യാറാണ് എന്നും തെലുങ്കുദേശം പാർട്ടിയിലെ തന്റെ അനുയായികളോട് പറഞ്ഞതിന് ഒരു വർഷത്തിനു ശേഷം രാജ്യത്തിന്റെ സമീപകാല വ്യോമയാന ചരിത്രത്തിലെ ഏതാണ്ട് അഭൂതപൂർവമായ പ്രതിസന്ധിയെ നേരിടുകയാണ് രാംമോഹൻ നായിഡു. നരേന്ദ്രമോദി മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയും 3 തവണ ശ്രീകാകുളം MP-യും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടത്തിന് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ പ്രശംസ നേടിയ വ്യക്തിയുമാണ് രാംമോഹൻ. ഇൻഡിഗോ വിമാനങ്ങൾ വൻതോതിൽ റദ്ദാക്കിയതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധിയുടെ പരിണിത ഫലങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലൂടെ കഴിഞ്ഞയാഴ്ച മുതൽ അദ്ദേഹം ദേശീയ ശ്രദ്ധാകേന്ദ്രമാണ്. വിമർശനങ്ങൾ കടുത്തതോടെ കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു ശക്തമായ നിലപാടുമായി രംഗത്തെത്തി. ഈ പ്രതിസന്ധി ഇൻഡിഗോയുടെ ആഭ്യന്തരപരമായ വീഴ്ചയാണ്. യാത്രാ നിയമങ്ങൾ പാലിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം എയർലൈൻസിനുണ്ട്. പ്രശ്നം മനഃപൂർവ്വം സൃഷ്ടിച്ചതാണോ എന്ന് സംശയിക്കുന്നുണ്ട് എന്നും യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. ഗുരുതരമായ വീഴ്ച വരുത്തിയാൽ കമ്പനിയുടെ CEO-യെ പുറത്താക്കാൻ വരെ നിർദ്ദേശിക്കാനുള്ള നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറയുന്നു. പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനായി ഇൻഡിഗോ സർവീസുകളുടെ 10% വെട്ടിക്കുറയ്ക്കാൻ ഉത്തരവിട്ട വ്യോമയാന മന്ത്രാലയം. മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ഇൻഡിഗോയ്ക്ക് നിർദ്ദേശം നൽകിയതായി കേന്ദ്ര വ്യോമയാന മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. വിഷയത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. മന്ത്രാലയ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ഇൻഡിഗോയ്ക്ക് നിർദ്ദേശം നൽകിയതായും വ്യോമയാന മന്ത്രി വ്യക്തമാക്കി. ഇൻഡിഗോ CEO പീറ്റർ എൽബേഴ്സൺ മന്ത്രിയുടെ മുൻപിൽ കൈകൂപ്പുന്ന ചിത്രം ഉൾപ്പെടുത്തിയാണ് മന്ത്രിയുടെ ട്വീറ്റ്. അമിത നിരക്ക് വർധന തടയൽ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളിൽ ഇൻഡിഗോ ഒരു ഇളവും കാണിച്ചില്ല എന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. പൈലറ്റുമാരുടെ വിശ്രമ സമയം സംബന്ധിച്ച ചട്ടങ്ങളിൽ ഇളവ് നേടിക്കൊണ്ട് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയ ഇൻഡിഗോയ്ക്കെതിരെ കടുത്ത നടപടിയെടുക്കുകയാണ് മന്ത്രാലയം. ആഭ്യന്തര റൂട്ടുകളിൽ 60% സർവീസുകളും ഇൻഡിഗോയ്ക്കുള്ള കുത്തകയാണ് എന്ന് സർക്കാർ വിലയിരുത്തുന്നു. ഇതാണ് വ്യോമയാന രംഗത്ത് പ്രതിസന്ധിക്ക് ഇടയാക്കിയതിന് കാരണമെന്നും വ്യോമയാന മന്ത്രാലയം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെ മറികടക്കാൻ 10% സർവീസുകൾ മറ്റ് എയർലൈൻസുകൾക്ക് കൈമാറാനുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. നവംബറിൽ അനുവദിച്ച സർവീസുകൾ മുഴുവൻ നടത്താൻ ഇൻഡിഗോയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കാൻ അനുവദിക്കില്ല എന്ന് മന്ത്രി ലോക്സഭയിലും പറഞ്ഞിട്ടുണ്ട്. 138 കേന്ദ്രങ്ങളിൽ നിന്ന് ഇൻഡിഗോ 1800 സർവീസുകളും അടുത്ത ദിവസങ്ങളിൽ 1900 സർവീസുകളും നടത്തുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. യാത്രക്കാരുടെ ബാഗേജ് പരമാവധി തിരികെ നൽകിയതായും റീഫണ്ട് നടപടികൾ വേഗത്തിലാക്കുകയും ചെയ്തതായും ഇൻഡിഗോ അറിയിച്ചു. ഇൻഡിഗോയുടെ ഓൺ ടൈം പെർഫോമൻസ് 90%-ലധികം രേഖപ്പെടുത്തിയതും അവസ്ഥ മെച്ചപ്പെടുത്തുന്ന സൂചനയായി വിലയിരുത്തപ്പെടുന്നു. ഭാവിയിൽ മറ്റ് എയർലൈൻസുകൾ ഇത് ആവർത്തിക്കാതിരിക്കാൻ ഇൻഡിഗോയ്ക്ക് നേരെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ഇൻഡിഗോയുടെ ഈ പ്രതിസന്ധി ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. യാത്രക്കാർക്ക് എത്രയും പെട്ടെന്ന് ആശ്വാസം ലഭിക്കുമോ എന്ന ആകാംക്ഷയിലാണ് ഇപ്പോഴും രാജ്യം.